and hello, welcome to the Time for Bank SSC YouTube channel. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന സെഷൻ എറർ ഐഡന്റിഫിക്കേഷൻ ഫോർ SSC CGL എക്സാം ആണ്. സോ വെൽക്കം ടു ദ സെഷൻ. നമുക്ക് അറിയാം SSC എക്സാമിന് ഇംഗ്ലീഷ് സെക്ഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ എറർ ഡിറ്റക്ഷനിൽ ഇംഗ്ലീഷ് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സിൻ്റെ ഏതെങ്കിലും ഒരു എറർ ആയിരിക്കും സെൻറ്റൻസിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ടോപ്പിക്സ് ആണ് നൗൺ, പ്രോനൗൺ, verbs, adverbs, അതുപോലെ adjectives, prepositions, conjunctions അല്ലേ, അതുപോലെ plural, singular, possessive form, direct indirect speech, active inactive voice. സോ ഒരു ക്വസ്റ്റ്യനിൽ ഏത് എറർ വേണമെങ്കിലും വരാം, ഏതൊരു ഗ്രാമർ ടോപ്പിക്കിൻ്റെ എറർ വേണമെങ്കിലും വരാം. നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം അത് ഡിറ്റക്ട് ചെയ്യാനാണ്. സോ ദാറ്റ്സ് വൈ ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ഈസ് കോൾഡ് എറർ ഡിറ്റക്ഷൻ. സെൻറ്റൻസിൽ എന്താണ് എറർ എന്നുള്ളത് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. അത് ഗ്രാമറിൻ്റെ ഏത് എറർ വേണമെങ്കിലും ആകാം. നമ്മൾ സ്മാർട്ട് ആയിരിക്കണം അല്ലെ, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം ഗ്രാമർ കോൺസെപ്റ്റ്സ് വെച്ചിട്ട് അത് ഡിറ്റക്ട് ചെയ്യാനാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ് ഐഡൻറ്റിഫൈ ദി ഓപ്ഷൻ ദാറ്റ് റെക്ടിഫൈസ് ദി എറർ ഇൻ ദ ഗിവൺ സെൻറ്റൻസ്. അതായത് തന്നിരിക്കുന്ന ഓപ്ഷനിലെ സെൻറ്റൻസിൽ ഒരു എറർ ഉണ്ട്, അപ്പോൾ ആ എറർ കറക്റ്റ് ചെയ്യണം. അത് ഏതാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ദ ചിൽഡ്രൻ ഇൻ ദിസ് ഓർഫനേജ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. And the options we have is option 1 at this orphanage, option 2 takes care, option 3 children, option 4 one another. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ the children എന്നാണ് തന്നിരിക്കുന്നത്, which means they are plural, and take care of each other അല്ലെ, take care of each other. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്ന് നമുക്കറിയാം. ഈച്ച് അതർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഈച്ച് അതർ വി യൂസ് ഇറ്റ് വെൻ there are only two people. നമ്മൾ വൺ അനദർ, ഈ ഓപ്ഷൻ 4 വൺ അനദർ എപ്പോഴാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 2 people ഉള്ളപ്പോഴാണ്. ഇപ്പം ഞാൻ എൻ്റെ ഹാൻഡിൽ 2 ഫിംഗർ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് കോൾഡ് ഈച്ച് അതർ, 2 people. ബട്ട് ലെറ്റ്സ് ദേ മോർ ദാൻ 2, 5 or 10 എടുക്കുകയാണെങ്കിൽ എന്തായി? മോർ ദാൻ 2 ആയി. ഇതാണ് വൺ അനദർ. ഇപ്പം 2 എന്ന് പറയുന്ന നേരത്ത് പരസ്പരം, മോർ ദാൻ ചിൽഡ്രനിൽ ഓഫ് വൺ അനദർ എന്ന് പറയുമ്പോൾ എന്തായി? ഓരോരുത്തരും. ഈ ഓരോരുത്തരുമാണ് വൺ അനദർ. ഓരോ വ്യക്തികളും അതിനകത്ത് വൺ അനദർ ആണ്. സോ ദി ആൻസർ ഇസ് വൺ അനദർ. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ ഇൻ ദിസ് ഓർഫനേജ് ടേക്ക് കെയർ ഓഫ് വൺ അനദർ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Directions. In the following questions from among the given options, select the grammatically correct sentence. ഈ ഒറ്റ നോട്ടത്തിൽ ഈ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു കാണും? ഡാർസി അല്ലേ. 4 ഓപ്ഷനിലും ഡാർസി കോമൺ ആണ്. അതുപോലെ അടുത്ത കോമൺ ആയിട്ടുള്ളത് അതേഴ്സ് ഇൻ ദ ഫാമിലി ഓർ അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി. റൈറ്റ് സൈഡിൽ അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി കോമൺ ആണ്, ലെഫ്റ്റ് സൈഡിൽ ഡാർസിയും കോമൺ ആണ്. സോ എവിടെയായിരിക്കും ഗ്രാമാറ്റിക്കലായിട്ടുള്ള ആ ഒരു എറർ അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത്? ഇറ്റ്സ് ഇൻ ദ മിഡിൽ പോർഷൻ. അതായത് മിഡിൽ പോർഷനിലാണ് ആ ഒരു എറർ വരുന്നത്. ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ദാൻ ദി അതേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഡിഫറെൻറ്റ് വിത്ത് ദി അതേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓഫ് ദി അതേഴ്സ്. ഇതാണ് ആ ഒരു ഡിഫറൻസ് നമ്മൾ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഡാർസി ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദി അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി. ഡാർസിയുടെ കുടുംബത്തിലെ ആൾക്കാർ, ഡാർസിയുടെ ഫാമിലിയിൽ നിന്നും അയാൾ ഒരുപാട് വ്യത്യസ്തനാണെന്നാണ് സെൻറ്റൻസ് 1 പറയുന്നത്. 2 ഡാർസി ഈസ് വെരി ഡിഫറെൻറ്റ് ദാൻ ദി അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി. ഡാർസിൻ്റെ കുടുംബക്കാരെക്കാട്ടും എന്താണ് വളരെ വ്യത്യസ്തതയുള്ള ഒരു ആളാണെന്നാണ് അതും പറയുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് ദാൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തതയെക്കാളും ഒരുപാട് വ്യത്യസ്തത. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ജസ്റ്റ് ഫാമിലി മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തരാണ്. ഇത് വ്യത്യസ്തരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സെൻറ്റൻസ് പറയുന്നത്. 3 ഡാർസി ഈസ് വെരി ഡിഫറെൻറ്റ് വിത്ത് ദി അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി. അതായത് ഡാർസിയുടെ കുടുംബവും വ്യത്യസ്തരാണ്, അതോടൊപ്പം ഡാർസിയും ഡിഫറെൻ്റ് ആണെന്ന് പറയുന്നത്. 4 ഡാർസി ഈസ് വെരി ഡിഫറെൻറ്റ് ഓഫ് ദി അതേഴ്സ് ഇൻ ഹിസ് ഫാമിലി. മറ്റുള്ളവരുടെ വ്യത്യാസമാണ് ഡാർസി എന്നാണ് പറയുന്നത്. സോ 4 നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, 3യും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഡാർസിയാണ് മറ്റുള്ളവരിൽ നിന്ന്, ഡാർസിൻ്റെ കുടുംബക്കാരിൽ നിന്ന് ഡാർസിയാണ് വ്യത്യസ്തൻ അല്ലേ. ഇതിൽ ഡിഫറെൻറ്റ് ദാനാണ് ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് എടുക്കുന്നത്. യൂഷ്വലി ഡിഫറെൻറ്റ് ദാൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം ഒരുപാട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ പറയുന്നത്. മറ്റുള്ള നിന്നും വ്യത്യസ്തനാണെന്ന് കാണിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രം എന്നാണ് വരേണ്ടത് കേട്ടോ. ഡിഫറെൻറ്റ് ദാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് US ഇംഗ്ലീഷിന് വേണ്ടിയിട്ടാണ്. ഈ ഡിഫറെൻറ്റ് ഫ്രം എന്ന് വരുന്നത് UK ഇംഗ്ലീഷാണ് കേട്ടോ. ഇത് വരുന്നത് UK ഇംഗ്ലീഷിനാണ്. ആൻഡ് ഡിഫറെൻറ്റ് ദാൻ എന്ന് പറയുന്നത് US ഇംഗ്ലീഷാണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന UK ഇംഗ്ലീഷും കൂടിയാണ്. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 1.
let's move on to the next question. In the following question, select the grammatically correct sentence. തന്നിരിക്കുന്ന 4 സെൻറ്റൻസിൽ ഒരു സെൻറ്റൻസ് മാത്രമേ കറക്റ്റ് ഉള്ളൂ, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒറ്റ നോട്ടത്തിൽ 4 ഓപ്ഷനിൽ എല്ലാം ഇൻ ജനറൽ വെച്ചാണ് തുടങ്ങുന്നത്, അപ്പോൾ ആ പോർഷൻ വിട്ടേക്കാം. ഇനി വരുന്നത് ചെക്ക് ചെയ്യേണ്ടത് അണ്ടർ റേറ്റ് കഴിഞ്ഞിട്ടുള്ള സെൻറ്റൻസസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ the possibility that bad things will happen to us. ഈ 4 ഓപ്ഷൻസിലും the possibility that bad things will happen to us അതും കോമൺ ആണ്. കണ്ണുകൊണ്ട് പെട്ടെന്ന് സ്കാൻ ചെയ്യണം, ഇതെല്ലാം കേട്ടോ. കണ്ണുകൊണ്ട് കംപ്ലീറ്റ് സ്കാൻ ചെയ്യണം. സ്കാനിങ് പ്രോസസ്സ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം, കാരണം ടൈം ലിമിറ്റ് വളരെ കുറവാണ് നമുക്ക്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ വ്യത്യാസമായിട്ടുള്ളത്? The difference is in here. We vast underrate. We vastly underrate. പിന്നെ വരുന്നത് എന്താണ്? Vastly underrating അല്ലെങ്കിൽ vastly underrated. Now the question here is ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? In general, we vast underrate the possibility that bad things will happen to us. അതായത് സെൻറ്റൻസിൻ്റെ മീനിങ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ കൂടുതലെന്ന് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിതത്തോടൊരു ഭയം അല്ലെങ്കിൽ ഭീതി ഒന്നുമില്ല. എന്താണ്, നമുക്ക് ഒന്നും എന്താണ് അപകടമോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ദുരന്തമോ ഒന്നും വരില്ല, അവഗണിച്ച് നടക്കും. സോ ഒരു ജസ്റ്റ് ഒരു ലൈഫിനെ ഫിലോസഫിനെ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് പറയുന്നത്. ഇവിടെ ഈ വാസ്റ്റ് അഡ്ജക്റ്റീവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മളൊരിക്കലും വാസ്റ്റ് അണ്ടർടേക്ക് എന്ന് പറയില്ല, അത് മാത്രമല്ല ഇതൊരു വേർബാണ്. ഇവിടെ അഡ്ജക്റ്റീവ് എപ്പോഴും പോകുന്നത് നൗൺസിൻ്റെ ഫ്രണ്ടിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം റൈറ്റിംഗ് good boy, this good is the adjective. ഞാൻ adjectiveന്റെ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, adj. boy is noun. boy നമുക്കറിയാം ഒരു കോമൺ നൗൺ ആണ്, പക്ഷെ ആ ബോയിന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് അല്ലേ? ഇവിടെ അണ്ടർറേറ്റ് വേർബാണ്, അവൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് വാസ്റ്റ് ഇട്ടേക്കുന്നത്, അതൊരിക്കലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അണ്ടർറേറ്റ് ഫ്രണ്ടിൽ ഒന്നിനും ഒരു ആഡ്വേർബാണ് വരേണ്ടത്. സോ ഓപ്ഷൻ സെൻ is eliminated. Next, in generally we vastly underrate the possibility that bad things will happen to us. ഇവിടെ അണ്ടർറേറ്റ് വേർബ് ആണെങ്കിലും വാസ്റ്റിനോട് നമ്മൾ എന്താണ് TLY ചേർത്തിട്ടുണ്ട്. ഇവിടെ സ്പെല്ലിംഗ് ഉണ്ടോ വാസ്റ്റ്, പിന്നെ ഇവിടെ ഒരു LY വന്നിട്ടുണ്ട്. that is like VAST plus LY will become what? vastly. അപ്പോൾ അണ്ടർറേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവഗണന. ഏത് തോതിൽ? വലിയ തോതിൽ. അണ്ടർറേറ്റ് വേർബാണ്, അതിൻ്റെ ഡിഗ്രി, അതിൻ്റെ ഫ്രീക്വൻസിയാണ് വാസ്റ്റ്ലി എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആക്ടിങ് ആസ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് എ ആഡ്വേർബ് ഓവർ ഹിയർ. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നോക്കാം. ഇൻ ജനറൽ വി വാസ്റ്റ്ലി അണ്ടർറേറ്റിംഗ് ദ പോസിബിലിറ്റി ദാറ്റ് ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു us. ഇതൊരിക്കലും വരില്ല, കാരണം എന്താണ്? ഇവിടെ കണ്ടിന്യൂസ് ഫോമാണ് ഇരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ വാസ്റ്റ്ലി കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ് ഫോം വേണം വരാനായിട്ട്, അല്ലെങ്കിൽ എന്താണ് എന്ത് പറ്റും? ടെൻസിന് കറക്ഷൻ അല്ലെങ്കിൽ ടെൻസിന് മിസ്റ്റേക്ക് വന്നു. സോ ദിസ് വി കനോട്ട് ടേക്ക് ഇറ്റ്. എപ്പോഴും ബേസ് ഫോം എന്ന് പറയുന്നത് അണ്ടർറേറ്റഡ് ആണ്. ഇതാണ് അണ്ടർറേറ്റ് എന്ന് പറഞ്ഞാണ് ബേസ് ഫോം. ഇവിടെ കാണുന്ന ING ഫോം അണ്ടർറേറ്റിൻ്റെ കണ്ടിന്യൂസ് ഫോം. ഫോർ എക്സാമ്പിൾ ദിസ് അണ്ടർറേറ്റ്, ഞാനിപ്പോൾ ഇത് എഴുതുകയാണ് അണ്ടർറേറ്റ്. ഇതാണ് ബേസ് ഫോം. underrating. ഇത് കണ്ടിന്യൂസ് ഫോം ആണ് കേട്ടോ. അപ്പം നമുക്ക് വേണ്ടത് ബേസ് ഫോം ആണ് അവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് അവിടെ ബേസ് ഫോം ആണ് അവിടെ വേണ്ടത്. ഇനി അടുത്ത് ഇൻ ജനറൽ. സോ ദിസ് ഓപ്ഷൻ വി കനോട്ട് കൺസിഡർ, നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ ഓപ്ഷൻ. അടുത്തത് ഇൻ ജനറൽ വി വാസ്റ്റ്ലി അണ്ടർറേറ്റഡ് ദ പോസിബിലിറ്റി ദാറ്റ് ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു us. വാസ്റ്റ്ലി അണ്ടർറേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഓക്കെ ആണെങ്കിലും ബട്ട് അതിനുശേഷം വരുന്ന സെൻറ്റൻസ് ഉണ്ടോ വില്ല്, ഇവിടെ പിന്നെ വുഡാണ് വരേണ്ടത്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. പാസ്റ്റിൽ വാസ്റ്റ്ലി അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞത് അണ്ടർ റേറ്റിംഗ് മാറിയിട്ട് ഇതാ ഇവിടെ ED ഫോമാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വില്ല് മാറിയിട്ട് വുഡ് തന്നെ. വില്ലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ, അതായത് സിമ്പിൾ ഈ ഒരു പ്രസൻറ്റിൽ നിന്ന് ഫ്യൂച്ചറിലേക്ക് ജസ്റ്റ് ഒരു റീസെൻറ്റ് ഭാവിയിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയുന്ന പോലെയാണ് പറയുന്നത്.
In general, we vastly underrated the possibility that bad things would happen to us എന്ന് വേണം അവിടെ പറയുന്നത്. കാരണം അവിടെ അണ്ടർ റേറ്റഡ് എന്ന് നടക്കണം. അപ്പോൾ വില്ല് അവിടെ വുഡ് ആകണം, വില്ല് എന്നല്ല വരേണ്ടത്. സോ ഫ്യൂച്ചറിൻ്റെ ടൈം ഫ്രെയിമിൻ്റെ വേർഡാണ് വില്ല്, അത് വുഡ് ആകണം. സോ വി കനോട്ട് ടേക്ക് 4 ഓൾസോ. ആൻസർ ഇസ് 2 ബിക്കോസ് വാസ്ലി കഴിഞ്ഞിട്ട് നേരെ ബേസ് ഫോം, അതിൻ്റെ അണ്ടർ റേറ്റ് എന്നാണ് പറയുന്നത്. എപ്പോഴും ആഡ്വേർബ് എന്ന് പറയുന്നത് വേർബിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിടുന്ന വേർഡാണ് adverb എന്ന് പറയുന്നത്. വേർബ്സിനെ ഹൈലൈറ്റ് ചെയ്യാൻ, ആക്ഷൻ ഫ്രീക്വൻസീസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇൻ ജനറൽ വി വാസ്റ്റ്ലി അണ്ടർറേറ്റ് ദ പോസിബിലിറ്റി ദാറ്റ് ബാഡ് തിങ്സ് വിൽ ഹാപ്പൻ ടു us. So option 2 is the answer. We'll move on to the next question. Directions in the following questions, parts of a sentence have been underlined and given as options. Select the option that contains an error. ഇതിലൊറ്റ ഒരു സെൻറ്റൻസ് ആണല്ലേ, പക്ഷേ ഈ സെൻറ്റൻസിലെ എറർ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? പെർഫെക്റ്റ്ലി സപ്പോർട്ടഡ് ഓപ്ഷൻ 1 ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ 2 ഫോർ വിഡ്രോ, ഓപ്ഷൻ 3 റെഫറൻഡം ടു ഗേജ് പബ്ലിക് ഒപ്പീനിയൻ. ഇതൊരു പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൻ്റെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു 4 ഓപ്ഷൻസ് തരും. പക്ഷെ അതിൽ ഒരെണ്ണമായിരിക്കും കറക്റ്റ്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എറർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. വിച്ച് എവർ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. പക്ഷേ ഇതിൽ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, പാറ്റേൺ വേറെയാണ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്താണ് 1, 2, 3, 4 ഏത് പാർട്ടാണ് എറർ എന്നുള്ളത് കണ്ടുപിടിക്കും. ഇത് എറർ ഡിറ്റക്ഷൻ്റെ വേറൊരു പാറ്റേണും കൂടിയാണ്. The senior lawyer purportedly supported the demand for withdrawal of security forces and a referendum to gauge public opinion. അതായത് ഏറ്റവും സീനിയോറിറ്റി ആയിട്ടുള്ള ഒരു വക്കീൽ എന്താണ് സെക്യൂരിറ്റി ഫോഴ്സസിനെ പിൻവലിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിലൂടെ തന്നെ അദ്ദേഹം നേടുന്നത് ജനങ്ങളുടെ വോട്ട്. ഈ റെഫറൻഡം എന്ന് പറയാൻ നേരത്ത് ഒരു പൊതുപ്രശ്നത്തിൻ്റെ ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഘടകമാണ് റെഫറൻഡം എന്ന് പറയുന്നത്. ടു ഗേജ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ടു ഗ്യാദർ, ടു മെഷർ, ഗേജ് എന്ന് ഇപ്പോൾ നിങ്ങൾ മീറ്റർ ഗേജ് ഒക്കെ ഉണ്ടാവും. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഒപ്പീനിയൻ്റെ ഫേവർ, അവരുടെ ചോയ്സ് ഇതിലോട്ടാണ്. അതാണ് ടു ഗേജ് പബ്ലിക് ഒപ്പീനിയൻ, ടു മെഷർ ദ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡിമാൻഡ് കഴിഞ്ഞിട്ട് ഡിമാൻഡ് ഫോർ വിഡ്രോ എന്ന് കിടക്കുന്നതല്ലേ. ഡിമാൻഡ് ഫോർ വിഡ്രോ എന്നാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ പറയാറില്ലേ, there is a huge demand for mangoes in the season, there is a huge demand for English language in India. ഇതെല്ലാം മാംഗോ ഇംഗ്ലീഷ് എന്താണ്, എല്ലാം നൗൺസ് ആണ് അല്ലേ, നൗൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന വേർഡ്സ് ആണ്. ഇവിടെ ഡിമാൻഡ് ഫോർ വിഡ്രോ അല്ല, നമുക്ക് വേണ്ടത് വിത്ത് ഡ്രോയൽ ആണ് കേട്ടോ ആൻസർ. കാരണം വിഡ്രോയിൽ ഇവിടെ നൗൺ ആകുകയാണ്. ഒന്നുമില്ല, വിഡ്രോയിന് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് AL ഇങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ വെർബിൽ നിന്ന് നേരെ നൗണിലേക്ക് ഫോം ചെയ്ത്. കാരണം ഡിമാൻഡ് തന്നെ ഒരു ആക്ഷനാണ്. എന്തിനു വേണ്ടിയുള്ള ഒരു ആക്ഷൻ, ഒരു നൗൺ, നാമം വേണം അവിടെ വരാനായിട്ട്. ഡിമാൻഡ് എന്തിനാണ് ഡിമാൻഡ് ചെയ്യുന്നത്? ആ ഒരു പിൻവലത്തിന് വേണ്ടിയിട്ട്. പിൻവലിക്കൽ ആണ് ആക്ഷൻ. പിൻവലത്തിന് വേണ്ടിയിട്ടാണ് വിഡ്രോയൽ എന്ന് പറയുന്നത്. സോ ഈ പോർഷൻ 2-ലാണ് എറർ വന്നിരിക്കുന്നത്. Now let's look at the next question. The following sentences have been divided into parts. One of them contains an error. Select the part that contains the error from the given options. If the biennials like the chrysanthemums are planted this year, they will be likely to bloom next year and every 2 years thereafter. ഈ biennials എന്ന് പറയുമ്പോൾ every 2 years എന്നാണ് മീനിങ്. അതായത് ഓരോ 2 വർഷം കഴിയുമ്പോൾ ബൈ ആനുവൽ എന്ന് പറയുന്നത് എന്താണ്, വർഷത്തിൽ 2 പ്രാവശ്യം. ഇത് ബൈനിയൽസ്, ഓരോ 2 വർഷം കഴിയുമ്പോൾ. are planted this year, they will be likely to bloom next year and every 2 years thereafter. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺ, ഈ ക്വസ്റ്റിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോർവേഡ് സ്ലാഷ് ഇട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ബൈനിൽസ് കഴിഞ്ഞിട്ട് ഒരു ഫോർവേഡ് സ്ലാഷ്, ക്രിസാന്തമംസ് കഴിഞ്ഞിട്ട് ഇതൊരു ഫോർവേഡ് സ്ലാഷ് ഇട്ടാണ്. ഇതൊരു പാറ്റേണും കൂടിയാണ്. ദിസ് ഇസ് അനദർ പാറ്റേൺ ഓഫ് എറർ ഡിറ്റക്ഷൻ. ഇപ്പോൾ ഈ ഫോർവേഡ് സ്ലാഷ് ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സ് ബൈ പാർട്സ് ആയിട്ടാണ് ഇവിടെ എന്താണ് ഓപ്ഷൻസ് ആയിട്ട് ഇടുന്നത്. എറർ ഏത് പാർട്ടിലാണ് നമുക്ക് നോക്കാം. Now if you look at this, they will be likely to bloom. Will be and likely പിന്നെ വരുന്നിട്ട് bloom ആണ്. ഈ will be എന്ന് പറയുന്നത് പോസിബിലിറ്റി എന്നാണ് പറയുന്നത്. ലൈക്ലി എന്നും പറയുന്നത് ഒരു പോസിബിലിറ്റിയാണ്.
അപ്പോൾ വിൽ ബിയും ലൈക്ലിയും രണ്ട് പോസിബിലിറ്റി മീനിങ് അടങ്ങിയിരിക്കുന്ന ഒരു വേർഡ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം മീനിങ് എന്താ റിപ്പീറ്റഡ് ആയി. സോ ദ എറർ ഇസ് ദെയർ ഇറ്റ് സെൽഫ്. ദേ വിൽ ബി ലൈക്ലി ടു, ഇവിടെയാണ് എറർ ഉള്ളത്. ഇനി അവിടെ എന്താണ് കറക്ഷൻ വേണ്ടതെന്നല്ലേ, ഒന്നുകിൽ ദേ ആർ likely to bloom or they will likely bloom. ഈ ദേ റെഫർ ചെയ്യുന്നത് ക്രിസാന്തമംസ് എന്ന ചെമ്പരത്തിപ്പൂവാണ് ക്രിസാന്തമംസ്. അതിൻ്റെ പ്രോണാണ് ദേ എന്ന് പറയുന്നത്. ഇവിടെ ആറ് യൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പൂക്കളുണ്ട് അല്ലേ, ഒന്നിൽ കൂടുതൽ പൂക്കളുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ദേ ആറ് യൂസ് ചെയ്യുന്നത്. ആ വേർബാണ്, അതായത് ദേനെ അത്രയും പൂക്കളെ എന്ത് ചെയ്യണം, വിരിയാൻ സാധ്യതയുണ്ടെന്നതിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറെന്ന് യൂസ് ചെയ്യുന്നത്. ഒരു പൂവാണെങ്കിൽ നമ്മൾ ഇസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ബട്ട് ഇവിടെ ഒന്നിൽ കൂടുതലുകൊണ്ട് ആറാണ്. അപ്പോൾ ആറ് യൂസ് ചെയ്യുകയാണെങ്കിൽ നേരെ ലൈക്ലി ടു ബ്ലൂം എന്നാണ് പറയുന്നത്. ഇവിടെ ടു കഴിഞ്ഞിട്ട് നേരെ വന്നേക്കുന്നത് ടു ബ്ലൂം എന്നാണ്. ബ്ലൂംഡ് എടുക്കൽ, ബ്ലൂംസ് ഇറ്റ് ഈസ് എ പോസിബിലിറ്റി. സബ്ജക്റ്റിൻ്റെ സിംഗുലർ പ്ലൂറൽ ഫോം അനുസരിച്ചായിരിക്കും ഇവിടെ സിംഗുലർ പ്ലൂറൽ മാറുന്നത്. പക്ഷേ ഇവിടെ ടു കഴിഞ്ഞ് ഇൻഫിനിറ്റീവ് ഫോം എന്നാണ് വരുന്നത്. ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ വേർബിൻ്റെ ആ ഒരു ബേസ് ഫോം കൂടിയാണ് ടു ബ്ലൂം എന്നേ വരുള്ളൂ. ഇനി ആറ് യൂസ് ചെയ്യുന്നില്ല, വില്ലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വിൽ ലൈക്ലി ബ്ലൂം. പിന്നെ ടൈം പീരീഡ് പറയുന്നത് നെക്സ്റ്റ് ഇയർ ആൻഡ് എവറി 2 years thereafter. അതാണ് ഫ്യൂച്ചർ ടൈമിലേക്ക് കണക്ട് ചെയ്യുന്നത്. കാരണം വില്ലെന്ന് പറയുന്നത് ഭാവിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ലൈക്ലി സാധ്യത, ബ്ലൂം എപ്പോൾ, നെക്സ്റ്റ് ഇയർ ആൻഡ് എവറി 2 years. ദേ എന്നുള്ളത് തന്നെ ക്രിസാന്തമംസിന് ഓൾറെഡി ആ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് പ്രോണൗണിൽ. പിന്നെ വരുന്ന ഫ്യൂച്ചറിൽ കണക്ട് ചെയ്യുന്ന ടൈം ഫ്രെയിം വേർബാണ് വില്ല്. ലൈക്ലി മീൻസ് പോസിബിലിറ്റി, ബ്ലൂം വിരിയാൻ സാധ്യതയുണ്ട്. എവിടെ, അടുത്ത വർഷം അല്ലെങ്കിൽ ഓരോ 2 വർഷം കഴിയുമ്പോൾ നേരെ 2 വർഷത്തിലേക്ക് കണക്ട് ചെയ്യണം. ദേ ആർ ലൈക്ലി ടു ബ്ലൂം എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യതയിലേക്കാണ് ദേ കണക്ട് ചെയ്യുന്നത്. ദേ ആർ കണക്ട് ചെയ്യുന്നത് സാധ്യതയിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്, വിരിയാൻ സാധ്യതയിലേക്ക് കണക്ട് ചെയ്യണം. എഗെയിൻ ടൈം ഫ്രെയിം നെക്സ്റ്റ് ഇയർ. വില്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ നേരിട്ട് 2 വർഷം കഴിയുമ്പോഴേക്ക് കണക്ട് ചെയ്യണം വേർഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 3 ദേ വിൽ ബി ലൈക്ലി ടു ബ്ലൂ. ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The following sentences have been divided into parts. One of them contains an error. Select the part that contains the error from the given options. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ again this question is divided into parts. / കാണാം. Our professor recommended / that we are present at the meeting this afternoon in order to meet the representatives from other colleges. അപ്പോൾ ഈ പാറ്റേൺ നമ്മൾ പെട്ടെന്ന് കണ്ടുകൊണ്ട് ഇതെല്ലാം സ്കാൻ ചെയ്തെടുക്കണം. ഇവിടെ എവിടെ ഇരിക്കും എറർ ഉള്ളത്? ഈ ഓരോ / ഇട്ടേക്കുന്ന പോർഷൻസ് ആണ് അടിയിലെ ഓപ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. നൗ എറർ എവിടെ ഇരിക്കും? അവർ പ്രൊഫസർ റെക്കമെൻഡ് ദാറ്റ് വി ആർ പ്രസൻറ്റ്. ഞങ്ങൾ പ്രസൻ്റ് ആണ്. പ്രസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിലവിലുണ്ട്. അതൊരു അവസ്ഥയെന്നും കൂടെയാണ് പറയുന്നത് അല്ലേ, നിലവിലുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ട്. ഇവിടെ വി ആർ പ്രസൻറ്റ് എന്നല്ല പറയുന്നത്, ഇവിടെ വേറൊരു എക്സ്പ്രഷനാണ് ആക്ച്വലി വേണ്ടത്. ദി എറർ ഇസ് ഇൻ ഓപ്ഷൻ 2. ഐ ടെൽ യു വൈ. കാരണം ഇവിടെ റെക്കമെൻഡഡ് എന്നാണ് വരുന്നത് അല്ലേ. റെക്കമെൻഡഡ് എന്ന് പറയുന്നത് എന്താണ്? ശുപാർശ ചെയ്തു. ഈ ആഗ്രഹങ്ങൾ, സാധ്യതകൾ, അതുപോലെ കൽപ്പനകളൊക്കെ വരുമ്പോൾ വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെർബിൻ്റെ ബേസ് ഫോം നമ്മൾ നേരത്തെ കണ്ടു. വെർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വി ഷുഡ് ബി പ്രസൻറ്റ് എന്ന് വേണം വരാണ്, അല്ലെങ്കിൽ വി ബി പ്രസൻറ്റ്. ബി എന്ന് പറയുന്നത് എന്താണ്? ആ റെക്കമെൻഡേഷനെ ആ പ്രസൻസിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീനെ കണക്ട് ചെയ്യാൻ വി ബി പ്രസൻറ്റ്. ബി പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഉറപ്പായിട്ടും പ്രസൻറ്റ് ആയിരിക്കണം. ഷുഡ് ബി കണക്ട് ചെയ്യുന്നതിന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷണലായിട്ട്, കണ്ടീഷണൽ എന്ന് പറയുന്ന നേരത്ത് ഉറപ്പായിട്ടും പ്രസൻറ്റ് ചെയ്യും. കാരണം റെക്കമെൻഡ് ചെയ്തിരിക്കും, ശുപാർശ ചെയ്തിരിക്കുകയാണ് അല്ലേ. ആ ശുപാർശ ചെയ്തുകൊണ്ട് എന്താണ്? കമ്പൽസറി ആണ്, മാൻഡേറ്ററി ആണ്. അപ്പോൾ ഷുഡ് അവിടെ കമ്പൽസറി, മാൻഡേറ്ററി മീനിങ് അടങ്ങിയിരിക്കുകയാണ്, കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. ബി മീൻസ് ആ ആക്ഷനിൽ അവിടെ പ്രസൻറ്റ് ആയിരിക്കണം. സോ പ്രൊഫസർ റെക്കമെൻഡഡ് ദാറ്റ് we should be അല്ലെങ്കിൽ we be present at the meeting this afternoon in order to meet the representatives from other colleges. കാരണം ഈ പ്രൊഫസർ റെക്കമെൻഡേഷൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇവരോടും പ്രസൻറ്റ് ആകണമെന്ന് നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു. സോ അവർ എന്താണ് ഫോളോ ചെയ്യേണ്ടത് ഇനി അവരുടെ ഒരു കടമയാണ്. അതുകൊണ്ടാണ് അവിടെ ബി പ്രസൻറ്റ് അല്ലെങ്കിൽ ഷുഡ് ബി പ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 2-ലാണ് ആ ഒരു എറർ വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. Directions. The following sentences have been split into 4 segments. Identify the segment that contains a grammatical error.
ഇതൊരു ചെറിയൊരു സെൻറ്റൻസ് ആണ്, പെട്ടെന്ന് ഞാൻ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു സെൻറ്റൻസ് ആണ്. അഗെയിൻ സ്പ്ലിറ്റ് വിത്ത് ഫോർവേഡ് സ്ലാഷസ്. വൺ ഷുഡ് നോട്ട് ബി ഹാസ്റ്റി ആൻഡ് ഇമ്പൾസീവ് ഇൻ ഹിസ് ഡിസിഷൻസ്. ഹാസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക്, സഡൻലി, പെട്ടെന്ന്. ഇമ്പൾസീവ് എന്ന് പറയുന്ന നേരത്ത് എടുത്ത് ചാടി, അതായത് നമ്മൾ നേരെ ചൊവ്വേ ആലോചിക്കാണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ഫീലിംഗ് എന്താണ്, ആ ഫീലിങ്ങിനോട് ബേസ് ചെയ്ത് നമ്മൾ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കുന്നതാണെന്ന് പറയുന്നത്. എവിടെയായിരിക്കും മിസ്റ്റേക്ക് എന്ന് പറയുന്നത്? നോർമലി സ്പോക്കൺ ഇംഗ്ലീഷ് ഇത് വായിക്കാൻ നേരത്ത് വൺ ഷുഡ് നോട്ട് ബി ഹേസ്റ്റ് ഇൻ ഇമ്പൾസീവ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഗ്രാമാറ്റിക്കൽ എറർ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, മീനിങ് കൺവേ ആയി പോവായിരിക്കാം. ബട്ട് ഗ്രാമർ പോയിന്റിൽ ഒരു എറർ ഉണ്ട്. ഇവിടെ ഈ വൺ എന്ന് പറയുന്നത് ആരാണ്? ഇസ് ഇറ്റ് എ മാൻ or is it a woman? Is it a male or is it a female? ഇത് ഒരു ജെൻഡർ ന്യൂട്രൽ വേർഡാണ് കേട്ടോ. സോ വിച്ച് മീൻസ് ഇവിടെ ഹിസ് അല്ല വരേണ്ടത്, ഇവിടെ വൺസ് വിത്ത് അപ്പോസ്ട്രോഫി എസ്. ഈ വൺസ് ഡിസിഷൻസ് വരാൻ കാരണം വെച്ചാൽ അയാൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷനാണ്, ആ വ്യക്തി സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷനാണ് അല്ലേ. അപ്പോൾ അയാളുടെ ഓണർഷിപ്പിലും അയാളുടെ പൊസഷനിലും അയാളുടെ ഉള്ളിൽ വന്ന ഡിസിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്ട്രോഫി എസ് ഡിസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിങ്ങനെ ഒരു 2 വേർഡ് എഴുതിക്കുകയാണ്. ഇത് ഒറ്റ ബോയ് ആണ്, സിംഗിൾ ബോയ് കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ഇട്ട് എസ്, കാരണം ആ ബോയുടെ കാർ ആയതുകൊണ്ടാണ്. ഇവിടെ ബോയ്സ് കാർസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാറുകൾ ഉണ്ടാവും അല്ലേ, പക്ഷെ ആ ബോയ് എന്ന് പറയാൻ ഒരുപാട് ബോയ്സ് ഉണ്ട്, അവരുടെ കാറുകളാണ്. സോ അപ്പോസ്ട്രോഫി എസ് കഴിഞ്ഞിട്ട് വേണം വരാനായിട്ട്, പ്ലൂറൽ ഫോം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വൺ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി ആയിരിക്കാം അല്ലേ, ഏത് പ്രായമുള്ള, റെസ്പെക്റ്റീവ് ഓഫ് ഏജ്, പ്രായം ഏത് വേണമെങ്കിലും ആകാം, പിന്നെ ഏത് കൺട്രിയിൽ നിന്ന് വേണമെങ്കിലും ആകാം, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വേണമെങ്കിലും ആകാം. സോ വൺ അപ്പോസ്ട്രോഫി എസ് ഡിസിഷൻസ് എന്ന് വേണം വരാനായിട്ട്. സോ ഇവിടെ ഹിസ് അല്ല, വൺസ് ഡിസിഷൻസ് എന്നാണ് പറയുന്നത്. ഇനി ഹീ ആണെങ്കിൽ സെൻറ്റൻസിൻ്റെ അവസാനം ഹിസ് വരാം, ഇറ്റ് ഈസ് ഓക്കെ. ഇപ്പോൾ ഷീ ആണെങ്കിൽ അവിടെ എന്താണ് ഹേർ ഡിസിഷൻസ് എന്ന് വേണമെങ്കിൽ വരാം, ഇറ്റ് ഈസ് ഓക്കെ. ബട്ട് ഇവിടെ വൺ എന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്, അപ്പോൾ അവിടെ വൺസ് ഡിസിഷൻസ് എന്ന് വേണം വരാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് വൺ മാറ്റിക്കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ സെൻറ്റൻസിൻ്റെ ജെൻഡറെ മാറി. ഇപ്പോൾ ഹീ ആണ് നമ്മൾ വെക്കണമെങ്കിൽ പാനലിൽ ഇപ്പോൾ ഷീ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. സെൻറ്റൻസ് വൺ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോ അതിൻ്റെ ജെൻഡറൽ ന്യൂട്രൽ പ്രോണൗൺ എന്തായിരിക്കും? വൺസ് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ വൺസ് ഡിസിഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Directions in the following sentences identify the segment which contains a grammatical error. If I was the Prime Minister, I would resolve this issue within no time. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് if I was the Prime Minister, I would resolve this issue within no time. സെൻറ്റൻസിന് എന്താണ് പാർട്സ് ആയിട്ടായിട്ട് ഓപ്ഷനിൽ തന്നിരിക്കുകയാണ്. ഏത് പാർട്ടിലാണ് എറർ ഉള്ളതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അഗെയിൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എറർ ഡിറ്റക്ഷൻ. ഇതൊരു പാറ്റേൺ ആണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഞാൻ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയാൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പോക്കൺ ഇംഗ്ലീഷിൽ അഗൈൻ ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ, പക്ഷേ ഗ്രാമാറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇത് ഇഫ് കണ്ടീഷനിൽ വെച്ച് തുടങ്ങുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ഇഫ് കണ്ടീഷനിൽ വെച്ച് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് വാസ് അല്ല വരേണ്ടത്, ഇവിടെ വേറാണ് വരേണ്ടത്. കാരണം നമ്മൾ ആഗ്രഹങ്ങളൊക്കെ പറയാൻ നേരത്ത് ഡിസയേഴ്സ്, ഇമാജിനേഷൻ, ഫാൻറ്റസി ഇതെല്ലാം പറയാൻ നേരത്ത് ഇതെല്ലാം അൺറിയൽ ആണ് അല്ലേ. അപ്പോൾ ഈ വേറൊന്നൊരു വേർഡിന് മീനിങ് എന്ന് പറയുന്നത് ടു ബി ഒരു മീനിങ് കൂടിയുണ്ട്. പിന്നെ ഇതെല്ലാം ഇഫ് വെച്ചിട്ടേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഒരു യൂണീക്കായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകാൻ പറ്റില്ല, പക്ഷേ എനിക്ക് ആലോചിച്ച് പറയാൻ പറ്റും ഇഫ് വെച്ചിട്ട്, ഇഫ് സെൻറ്റൻസ് വെച്ചിട്ട്. അതാണ് ഈ ഇംഗ്ലീഷ് ഗ്രാമർ സ്ട്രക്ചറിലുള്ളത്. അതായത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യം ആലോചിച്ച് നമുക്കത് ഒരു ഫാൻറ്റസി പോലെ, ഒരു ആലോചന പോലെ, ഒരു ആഗ്രഹം പോലെ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എൻ്റെ കയ്യിൽ ടൈം മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചന്ദ്രനിൽ പോകുമായിരുന്നു. ബട്ട് റിയാലിറ്റിയിൽ നമുക്കെന്താ പറയുക, ടൈം മെഷീൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഇഫ് ഐ ഹാഡ് എ ടൈം മെഷീൻ ഐ വുഡ് ബി ഇൻ ദ മൂൺ നൗ, അല്ലെങ്കിൽ ഐ വുഡ് ഗോ ടു ദ മൂൺ, or I would travel to the moon. If I had a time machine with me, I would travel to the moon. ഉണ്ടായിരുന്നെങ്കിൽ
പാസ്റ്റിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഇഫ് ഐ വേർ ദ പ്രൈം മിനിസ്റ്റർ ഐ വുഡ് റിസോൾവ് ദിസ് ഇഷ്യൂ വിത്തിൻ നോ ടൈം. അപ്പോൾ നമ്മൾ വേറാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളെപ്പോഴും ഒരു സംഭവം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം വിപരീതമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇഫാണ് അതും യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എക്സാമിന് ലേറ്റായിട്ട് എത്തി, എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഇഫ് യു ഹാഡ് അറൈവ്ഡ് ഏർലിയർ you could have completed the exam on time. If you had arrived earlier you could have completed the exam on time. റിയാലിറ്റിയിൽ ആൾ ലേറ്റായിട്ട് വന്നുകൊണ്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ടീച്ചർ ഓർത്തെടുത്ത് ഇഫ് സെൻറ്റൻസ്, ഇഫ് കണ്ടീഷനിൽ വെച്ച് പറയാണ് രാവിലെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ എക്സാം തീർന്ന് നേരത്തെ കംപ്ലീറ്റ് ചെയ്താനെ. അത് ആക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്താനെ, ഉറപ്പിച്ച് കഴിഞ്ഞൊരു ആക്ഷനാണ്. ബട്ട് റിയാലിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ചിന്തിച്ചെടുത്ത് ഒരു വേറൊരു സർക്കംസ്റ്റാൻസ് പറയുന്നത് നമ്മൾ ഇഫ് കണ്ടീഷനിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്, ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഇഫ് കണ്ടീഷനിൽ വെച്ചാണ് പറയുന്നത്. സോ ഇവിടെ എറർ ഉള്ളത് 1ലാണ് കേട്ടോ. ഇഫ് ഐ വാസ് ദ പ്രൈം മിനിസ്റ്റർ, ഇഫ് ഐ വെയർ ദ പ്രൈം മിനിസ്റ്റർ ആണ്. കാരണം വേറെന്ന വാക്കിന് ടു ബി എന്നൊരു മീനിങ് കൂടി ഉണ്ട്. ടു ബി ദാറ്റ് പേഴ്സൺ, ടു ബി ദാറ്റ് പവർ, ടു ബി ദാറ്റ് കണ്ടീഷൻ, ടു ബി ദാറ്റ് സ്റ്റാറ്റസ്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു സെൻറ്റൻസസിനൊക്കെ, അതായത് ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, ആലോചനകൾ, ഫാൻറ്റസി ടൈപ്പുള്ള സെൻറ്റൻസിന് നമ്മൾ വേറെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലും കൂടുതലും ഈ വേറാണ് യൂസ് ചെയ്യുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷിൽ അങ്ങനെ അധികം വരാറില്ല, എസ്പെഷ്യലി ഇൻ അവർ കൺട്രി. ബട്ട് എന്താണ്, ഗ്രാമാറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേറാണ് വരേണ്ടത്. സോ ഇതൊന്നും നിങ്ങൾ സ്പെഷ്യലി നോട്ട് ചെയ്യുക കേട്ടോ. വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Direction: the following sentence has been divided into parts. One of them may contain an error. Select the part that contains the error from the given options. If you don't find any error, mark no error as your answer. Again, ഈ സെന്റൻസിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫോർവേഡ് സ്ലാഷ് ഇട്ടാണ് ഈ സെന്റൻസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. സെയിം ലൈക്ക് നമ്മൾ നേരത്തെ കണ്ട ഒരു പാറ്റേൺ കൂടിയാണ്. സെന്റൻസ് ഞാൻ വായിക്കാം. Even if an angel were to tell me such a thing about you, I will not believe it. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഇഫ് ഉണ്ട് ഇല്ലേ, പിന്നെ ഇവിടെ ഒരു ഏഞ്ചൽ ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു മിസ്റ്റേക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫാൻറ്റസി ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസയർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനെ കുറിച്ച് ഒരാൾ മോശമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനെ പറയാണ്, ഒരു ദൂതൻ അങ്ങനെ നിന്നെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു ദൂതൻ അങ്ങനെ കുറിച്ച് തന്നെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല. ഒരിക്കലും ഇതാണ് ആ സെൻറ്റൻസിൻ്റെ ഒരു ട്രാൻസ്ലേറ്റഡ് മീനിങ്. ഒരു മാലാഖ അല്ലെങ്കിൽ ഒരു ദൂതൻ വന്ന് തന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല എന്നാണ് പറയുന്നത്. സോ ഇഫ് കണ്ടീഷനിൽ വെച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. പിന്നെ അതുപോലെ അവിടെ ഏഞ്ചൽ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ വേറുണ്ട്. അപ്പോൾ എന്തായിരിക്കും എറർ? ഇവിടെ എറർ വരുന്നത് വിൽ. ദ എറർ ഇസ് ഹിയർ. വില്ലല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? കാരണം ഓൾറെഡി അയാളെക്കുറിച്ച് മോശമായിട്ട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓർത്തെടുത്ത് പറയുന്നതാണ്. ഇങ്ങനെ ഇമാജിനേറ്റീവായിട്ട് ഒരു ദൂതൻ അങ്ങനെ കുറിച്ച് പറഞ്ഞാലും തന്നെക്കുറിച്ച് ഞാനങ്ങനെ വിശ്വസിക്കൂല മീൻസ് വുഡ് നോട്ട് ബിലീവ് എന്നാണ് അർത്ഥം. ഇനി വിശ്വസിക്കില്ലായിരിക്കും, അപ്പോൾ എന്താണ്? 50-50. ചിലപ്പോൾ വിശ്വസിക്കും, ചിലപ്പോൾ വിശ്വസിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് വിൽ നോട്ട് ബിലീവ് എന്ന് പറയുന്നത്. ഇത് പരസ്പരം അറിയാവുന്ന തമ്മിൽ നല്ല ബന്ധമുള്ളൊരു വ്യക്തികളാണെങ്കിലാണ് എന്താണ് അങ്ങനെ ഒരു സംഭവം നടക്കൂല എന്ന് പറയുന്നത്, അല്ല അങ്ങനെ വിശ്വസിക്കില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. സോ വുഡാണ് അവിടെ വരുന്നത്. പാസ്റ്റ് കണ്ടീഷനിൽ വെച്ച് തന്നെ ഫ്യൂച്ചറിൽ ഉറപ്പിച്ച് പറയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കില്ല എന്നുള്ള കാര്യം. സോ ദർ ആർ ഇൻ ഐ വിൽ നോട്ട് ബിലീവ് ഇറ്റ്. അവിടെ നമുക്ക് വുഡാണ് കേട്ടോ വേണ്ടത്. വൈ? ബിക്കോസ് കാരണം ഇത് ഓർത്ത് എടുത്ത് പറയുന്ന, എന്നാലോട്ടും എന്താണ് റിയാലിറ്റിയിൽ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. ആരോ മോശമായിട്ട് പറഞ്ഞ് അല്ലേ, അപ്പോൾ ആ ഒരു എന്താണ് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് പറയാണ്. ഡിസയർ, ഒരു ഇമാജിനേറ്റീവ് ആയിട്ട്. ഇവൺ ഇഫ് ആൻ ഏഞ്ചൽ വേർ ടു ടെൽ മീ സച്ച് എ തിങ് അബൌട്ട് യു ഐ വുഡ് നോട്ട് ബിലീവ്. ഇപ്പോൾ ഏഞ്ചൽ വേണ്ട. ഇവൺ ഇഫ് ആൻ എനിമി വേർ ടു ടെൽ മീ സച്ച് എ തിങ് അബൌട്ട് യു ഐ വുഡ് നോട്ട് ബിലീവ് ഇറ്റ്. ഇവിടെ ഒരു ശത്രു നിന്നെക്കുറിച്ച് ഇങ്ങനെ വന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും വിശ്വസിക്കൂല എന്ന് പറയുന്നത്. വില്ലാണെങ്കിൽ വിശ്വസിക്കില്ലായിരിക്കും, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിന് അവിടെ ഒരു വാല്യൂ ഇല്ല. സോ റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ആയില്ല, അത് പോയി. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 4, ഐ വുഡ് നോട്ട് ബിലീവ് ഇറ്റ്. അവിടെ ഐ വിൽ നോട്ട് ബിലീവ് ഇറ്റ് ആണ് എറർ, ബട്ട് ദ റീപ്ലേസ്മെന്റ് ഇസ് ഐ വുഡ്.
എക്സാമിന് എറർ മാത്രം ഡിറ്റക്ട് ചെയ്താൽ മതി, അത് റീപ്ലേസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ റീപ്ലേസ്മെൻറ്റ് അവിടെ എഴുതി കാണിക്കുന്നത് എന്തുകൊണ്ടാണ്. അതാണ് നമുക്ക് മനസ്സിലായാൽ എറർ അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻസർ എക്സാമിൽ എവിടെയാണ് എറർ ഉള്ളത് ക്ലിക്ക് ചെയ്യുക ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ്സ് ഓൾ. അവിടെ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട. എറർ ഡിറ്റക്ഷൻ്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡയറക്ഷൻസ്: read each sentence to find out whether there is any error in it. The error, if any, will be in one part of the sentence. The alphabet given against that part is the answer. നമ്മൾ ഈ ഒരു പാറ്റേൺ നേരത്തെ കണ്ടുപോയി ചീഫ് ജസ്റ്റിസിൻ്റെ അല്ല സീനിയർ ലോയറിൻ്റെ. അപ്പോൾ അഗെയിൻ വി ഹാവ് ദറ്റ് സെയിം പാറ്റേൺ. അതേ പാറ്റേൺ തന്നെയുണ്ട്. ദ ചീഫ് ആസ് വെൽ ആസ് ദ വില്ലേജസ് ഹാവ് എഗ്രീഡ് ടു ദ പ്രൊപ്പോസൽ. സെൻറ്റൻസ് / ഇട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗ്രാമർ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻ്റെ കോമൺ പാറ്റേൺ ആണ്. അതായത് SSC എക്സാമും ബാങ്ക് എക്സാം IBPS ഇൻഷുറൻസ് എക്സാമും എറർ ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ട് വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഈ / ഇട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് ഈ പാറ്റേൺ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകണം. ഓക്കെ, ബാങ്കിനായാലും SSCക്കായാലും IBPSനായാലും ഇൻഷുറൻസ് ആയാലും ഡിഫൻസ് CDS എക്സാമിനായാലും എറർ ഡിറ്റക്ഷൻ ബേസ്ഡ് ആ സിലബസിൽ ഉണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഷുവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകണം. SSC CGL എക്സാമിൽ ഈ പാറ്റേണിന് 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 ക്വസ്റ്റ്യൻ ചോദിച്ചു പോയിട്ടുണ്ട്. എഗെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ ഷിഫ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. ചിലപ്പോൾ 4 or 5 ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ പാറ്റേൺ ചോദിച്ചു പോയിട്ടുണ്ട്. സോ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഏതൊരു പാറ്റേൺ വന്നാലും. ദ ചീഫ് ആസ് വെൽ ആസ് ദ വില്ലേജസ് ഹാവ് എഗ്രീഡ് ടു ദ പ്രൊപ്പോസൽ. നോർമലി വായിക്കുമ്പോൾ ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ, എറർ ഒന്നും ഇല്ല അല്ലേ. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ വേറൊരു സുഹൃത്തിനോട് പറയുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ് ഇസ് നോർമലി ഓക്കെ, ബട്ട് ഗ്രാമർ കോണ്ടെക്സ്റ്റിൽ ദർ ഇസ് എ എറർ. ഇവിടെ ചീഫ് എന്ന് പറയുന്നത് ആരാണ്? സിംഗുലർ പേഴ്സൺ അല്ലേ. ഇവിടെ കിടക്കുന്ന ലിങ്കിങ് വേർബ് ആരാണ്? ഹാവ് എന്ന് പറയുന്നത്. ഇവിടെ ആസ് വെൽ ആസ് കണ്ട, ഇത് ചീഫിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കൺജങ്ഷനാണ്. അതായത് ഈ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഞാൻ എഴുതി കാണിച്ചു തരാം. ദ ചീഫ്, ഇനിയിപ്പോൾ ആസ് വെൽ ആസും ദ വില്ലേജസ് മാറ്റുകയാണെങ്കിൽ ഹാവ് അല്ലാട്ട വരേണ്ടത്. ചീഫ് ഒരാളാണ്, സിംഗുലർ ആണ്, ഹാസ് ആണ് വരേണ്ടത്. ഹാസ് ആണ് ആ ലിങ്കിങ് വേർബ്. എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഹാസ് എഗ്രീഡ് ടു ദ പ്രൊപ്പോസൽ. ഇനി വില്ലേജേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ the villagers have agreed to the proposal. ഡിഫറൻസ് കണ്ട, ഡിഫറൻസ് ഉള്ളത് എവിടെയാണ്? സബ്ജക്റ്റിൽ വരുമ്പോൾ ലിങ്കിങ് വേർബിൽ മാറ്റം, വില്ലേജേഴ്സ് വരുമ്പോൾ ഇവിടെ ലിങ്കിങ് വേർബിൽ മാറ്റം. ആ ഒരു എസിൻ്റെ ഷിഫ്റ്റാണ് അവിടെ വരുന്നത്. ആ ഒരു ഷിഫ്റ്റ് വരുന്ന എസിൻ്റെ ഹാസ് മാറി നേരെ ഹാവ് വരുന്നു അല്ലേ. സിംഗുലർ ചീഫ് ആണെങ്കിൽ ഹാവ് മാറി ഹാസ് ആകുന്നു. സോ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീഫിനോട് ഇനി വില്ലേജേഴ്സ് ചേർക്കാൻ വേണ്ടിയിട്ട് ആസ് വെൽ ആസ് എന്നൊരു കൺജങ്ഷനാണ് ചെയ്യുന്നത്. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺജങ്ഷനാണ് കേട്ടോ, ഇതാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ വില്ലേജസിനെ നടുക്ക് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ദ ചീഫിനെയും ആ എഗ്രീഡ് ടു പ്രൊപ്പോസലിനെ നടുക്ക് വില്ലേജേഴ്സിനെ പ്ലേസ് ചെയ്തിരിക്കുക. എന്ത് യൂസ് ചെയ്ത്? ആസ് വെൽ ആസ് എന്ന കൺജങ്ഷൻ യൂസ് ചെയ്തിരുന്നത്. കൺജങ്ഷൻ്റെ ഒരു ഡ്യൂട്ടി ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സെൻറ്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ആ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർ ടുഗെദർ എന്നാണ് കേട്ടോ മീനിങ്. വിത്ത് അല്ലെങ്കിൽ ടുഗെദർ, കോണിൻ്റെ മീനിങ്. ജംഗ്ഷൻ എന്ന് പറയുന്ന നേരത്ത് ആ ഒരു പ്ലേസ് ആണ്, പ്ലേസ് വെർ ദേ മീറ്റ്. ഇപ്പോൾ നിങ്ങൾ ജംഗ്ഷനൊക്കെ കേട്ട് ഓരോ ജംഗ്ഷൻ്റെ പേരുകൾ കേട്ടിട്ടാണ്. എവിടെയാണ്? ട്രാഫിക് എല്ലാം ഒന്ന് ഒത്തുകൂടുന്ന സ്ഥലം. കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഓർ ടുഗെദർ. സോ ഇതിൽ എല്ലാ വലിയ സെൻറ്റൻസിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സാണ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ വില്ലേജസിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് വെൽ ആസ് എന്നൊരു കൺജങ്ഷനെ പ്ലേസ് ചെയ്തിട്ടാണ് ചീഫ് ആ ഒരു സെൻറ്റൻസിന് ഒരു അഡീഷണൽ പീപ്പിളിനെ കൂടെ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുക. ഇതെനിക്ക് വേറെ രീതിയിലും എഴുതാം. ഫോർ എക്സാമ്പിൾ, the villagers as well as the chief എന്ത് വരും? ഹാവ് വരോ ഹാസ് വരോ? the villagers as well as the chief പറഞ്ഞോ. ഇവിടെ ഹാവ് ആണ് കേട്ടോ വരേണ്ടത്.
ഹാവ് എഗ്രീഡ് എന്ന് വരും. യു നോ വൈ? ഇവിടെ വില്ലേജേഴ്സ് ആണ് കിടക്കുന്നത്. ഇത് കണ്ട, ഈ സെന്റൻസ് ഇതിന്റെ നടുക്കൊണ്ടായിട്ടാണ് ആസ് വെൽ ആസ് ദി ചീഫ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സെന്റൻസിലും എന്താണ്, ദി ചീഫിന്റെ ഈ നടുക്കൊണ്ടായിട്ടാണ് നമ്മൾ ആ ആസ് വെൽ ആസും വില്ലേജസും ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എറർ വരുന്നത് ഈ പോർഷനിലാണ്. കാരണം ചീഫ് സിംഗുലർ ആണ്. സെന്റൻസ് തുടങ്ങുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കർത്താവ്, മലയാളത്തിൽ കർത്താവ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് അത് സിംഗുലർ ഫോം ആണെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ലിങ്കിങ് വേർബ് ആയിരിക്കും വരുന്നത്. പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറിൻ്റെ ലിങ്കിങ് വേർബ് ആയിരിക്കും വരുന്നത്. ഇവിടെ ഇപ്പോൾ വില്ലേജേഴ്സ്, ഈ അടിയിൽ നമ്മൾ ഈ സെന്റൻസ് വായിക്കുന്നത് വില്ലേജസ് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹാവ് എടുക്കുന്നത് കേട്ടോ. കാരണം വില്ലേജസ് എന്നാണ് പ്ലൂറലാണ്. ചീഫ് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നത്, ഹാസ് എടുക്കുന്നത്. സോ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് എറർ ഡിറ്റക്ഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ കണ്ടേക്കണത് അല്ലേ. അപ്പോൾ എന്തൊക്കെ എറർ ഉണ്ടായി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇഫ് കണ്ടീഷണൽസ് ബേസ് ചെയ്തിട്ട് എറർ ഉണ്ടായിരുന്നു. അതേപോലെ ഈ സിംഗുലർ പ്ലൂറൽ നൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേർബിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള അല്ലേ, വെർബിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എറർ ഉണ്ടായിരുന്നു. ആഡ്വേർബിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ ഉണ്ടായിരുന്നു. ജനറൽ ന്യൂട്രൽ പ്രോണൗണിനെ ബേസ് ചെയ്തിട്ടുള്ള എറർ ഉണ്ടായിരുന്നു. നൗണും വേർബിൻ്റെ ആ ബേസ് ചെയ്തിട്ടുള്ള ഒരു എറർ ഉണ്ടായിരുന്നു. സോ ഗ്രാമർ എറർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന നേരത്ത് ഇംഗ്ലീഷ് ഗ്രാമറിൽ അടങ്ങിയ നൗൺ, പ്രോണൗൺ, വേർബ്, ആഡ്വേർബ്, ഫ്രേസൽ വേർബ്, അഡ്ജക്റ്റീവ്സ്, പ്രപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ഇതെല്ലാ ടോപ്പിക്കും കമ്പൈൻ ചെയ്തിട്ട് ഒറ്റയടിക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എറർ ഉണ്ടാവും. നമ്മൾ വേണം സ്മാർട്ടായിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് എന്താണ് എറർ, നൗണിൻ്റെ എററാണോ, പ്രോണൗണിൻ്റെ എററാണോ, അല്ലെങ്കിൽ വേർബിൻ്റെ എററാണോ, ആഡ്വേർബിൻ്റെ എററാണോ. സോ ഒന്നാമത്തെ കാര്യം ഗ്രാമറിൻ്റെ കോൺസെപ്റ്റ് മാത്രമല്ല മനസ്സിലാകേണ്ടത്, ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ആ ഒരു സ്ട്രക്ചറും കൂടെ നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ധാരാളം വായിക്കണം നമ്മൾ. കാരണം നമ്മൾ ഈ വായിക്കുന്ന ആർട്ടിക്കിൾസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വരുന്ന ആർട്ടിക്കിൾസ്, ഗ്രാമാറ്റിക്കലി എന്താണ് കറക്റ്റായിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ്. ഗ്രാമർ കറക്റ്റായിട്ട് വരുന്ന ആർട്ടിക്കിൾസ് ആണ് നമ്മൾ വായിക്കുന്ന ആർട്ടിക്കിൾ. സോ അതും നമ്മൾ വായിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഗ്രാമറിൻ്റെ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഗ്രാമറിൻ്റെ ഓരോ എലമെൻറ്റ്സും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ആകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വിത്ത് ദാറ്റ് വി ആർ അബൌട്ട് ടു റാപ്പ് അപ്പ് ദിസ് സെഷൻ. ഇതാണ് ടൈമിൻ്റെ സോഷ്യൽ മീഡിയ പേജസ്: ടെലിഗ്രാം, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക്. ഇതിൻ്റെ ലിങ്ക് എല്ലാം യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ബിലോ ദ വീഡിയോ. ഓൾസോ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ആണെങ്കിൽ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം ഇതിലൂടെ എന്താണ് അവൈലബിൾ ആണ്. ഓർ ഇഫ് യു വാണ്ട് ടു എൻറോൾ ഫോർ ഓഫ്ലൈൻ ക്ലാസ്സിനാണെങ്കിൽ നിങ്ങൾക്ക് എൻറോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിളിൽ മാപ്പിൽ നിയറസ്റ്റ് ടൈം സെൻറ്ററും മാപ്പിൽ GPS ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിയറസ്റ്റ് ഓൺലൈൻ സെൻറ്റർ കിട്ടും. ഓൾസോ ഓൺലൈനിലാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഫോളോ ചെയ്താലും ആ ഓൺലൈൻ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങളെല്ലാം അറിയാനും പറ്റും. ഓക്കെ, സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് ഹാബിറ്റാണ്. ഈ ഗ്രാമറിനായാലും റീഡിങ് ഹാബിറ്റ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. ടൈമിൻ്റെ ഓഫ്ലൈൻ കോഴ്സ് നിങ്ങൾ അതായത് ഓരോ സെൻറ്ററിൽ പോയി പഠിക്കുകയാണെങ്കിൽ വായിക്കാനായിട്ട് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഉണ്ട്. ലൈക്ക് എവറി മന്ത് കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടൊരു മാഗസീൻ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ ഇഷ്ടംപോലെ ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ മോക്ക് ടെസ്റ്റൊക്കെ ഉണ്ടാവും. മാഗസീനിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ ഈ പറഞ്ഞ പോലെ എറർ ഡിറ്റക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഓൺലൈനിലാണ് നിങ്ങൾ കോഴ്സ് എൻറോൾ ചെയ്യുന്നത്, ടൈമിൻ്റെ വെബ്സൈറ്റിൽ ഇഷ്ടംപോലെ കറണ്ട് അഫയേഴ്സ് മെറ്റീരിയലൊക്കെ ഉണ്ടാവും. ഓൾസോ ഇനി ന്യൂസ് പേപ്പേഴ്സ്, ഇഷ്ടംപോലെ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക. ഓർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർട്ടിക്കിൾസ് വായിക്കുക. കഴിയുന്നതും ലൈക്ക് ദ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ, ദി ഔട്ട്ലുക്ക്, ഫ്രണ്ട്ലൈൻ, ഇതെല്ലാം എന്താണ് വായിക്കേണ്ട ഒരു ആർട്ടിക്കിൾസാണ്. കാരണം ഗ്രാമറിൽ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് പല ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പോൾ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സെൻറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ആയിരിക്കും. നമ്മൾ എന്താണ് നല്ല ഡെപ്തായിട്ട് ഇഷ്ടം പോലെ വായിക്കണം. സോ ഡെയിലി ഒരു 30 അല്ലെങ്കിൽ 45 മിനിറ്റ് വായനാശീലം നിങ്ങൾ ചെയ്യണം. എക്സാമിന് ജസ്റ്റ് ഒരാഴ്ച 2 ആഴ്ച അങ്ങനെയൊന്നും ചെയ്യരുത്. നിങ്ങൾ എന്നാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത് അന്ന് തൊട്ട് വരെ തുടർച്ചയായിട്ട്
ചെയ്തിരിക്കണം. നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മറന്നുപോയില്ലെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഫൈൻ, ബട്ട് റീഡിങ് ഹാബിറ്റ് ഒരിക്കലും മറക്കരുത്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം. കാരണം ഇത് വായിച്ചാലേ നമുക്ക് ആ ഒരു കമാൻഡ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ടുഡേയ്സ് വീഡിയോ ഒന്നും കൂടെ കാണുക and work hard and wish you all the best for the exams and good luck.